ഗസ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ തുടങ്ങി. കരാർ അംഗീകരിച്ചാൽ രാജിവെക്കുമെന്ന് മന്ത്രിസഭയിലെ തീവ്ര വിഭാഗം ഭീഷണി മുഴക്കി. കരാർ പ്രഖ്യാപനം വന്നതിന് ശേഷവും 87 പേരെയാണ് ഗസയിൽ ഇസ്രായേൽ കൊന്നത്. ഇസ്രായേൽ നിലനിൽക്കണമെങ്കിൽ പലസ്തീൻ പ്രശ്നം അംഗീകരിക്കുക മാത്രമേ വഴിയുള്ളൂവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, ഈ ഉടമ്പടി അനുസരിച്ച് ആദ്യഘട്ടം വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം തുടങ്ങേണ്ടത് ഞായറാഴ്ചയാണ്. പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ അന്തിമമായൊരു സമ്മതം മൂളിയിട്ടില്ല. ഈ തീവ്ര ജൂതപക്ഷ മന്ത്രിമാരുടെ എതിർപ്പ് ഇപ്പോഴും അവിടെയുണ്ട്. ആ എതിർപ്പിന് ഗൗരവതരത്തിൽ എടുക്കേണ്ടതുണ്ടോ? ഈ ഒന്നാം ഘട്ടം ഞായറാഴ്ച ആരംഭിക്കുമെന്നുള്ളത് ഇനിയും നീളാനുള്ള സാധ്യതയാണുള്ളത്. സൈഫുദ്ദീൻ, ചില സങ്കീർണതകൾ ഇപ്പോൾ ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട്. നെതന്യാഹു അവസാന നിമിഷവും ചില സസ്പെൻസുകൾ വെക്കുകയാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെ സുരക്ഷാകാര്യ മന്ത്രിസഭ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രിസഭയിൽ 11 അംഗങ്ങളാണുള്ളത്. അവിടെ ഈ കരാറിൻ്റെ ഒരു വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷം വോട്ട് ചെയ്യില്ല എന്ന് നമുക്കറിയാം. അതിൽ പ്രധാനമായും 2 പേരാണുള്ളത്. ഒന്ന് സുരക്ഷാകാര്യമന്ത്രി ഇറ്റാമർ ബെൻഗവിർ, അതേപോലെ തന്നെ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച്. ഈ 2 പേരും കരാറിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കരാർ പാസ്സാവുകയാണെങ്കിൽ രാജിവെക്കും എന്ന് ഇപ്പോൾ ഇറ്റാമർ ബെൻഗവിർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നെതന്യാഹുവിന് മുമ്പിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ഒന്ന് ഈ 2 പേരുടെയും സമ്മർദ്ദം. മറ്റൊന്ന് ലിക്വിഡ് പാർട്ടിയിലെ തന്നെ ചില മന്ത്രിമാർ ഫിലാഡൽഫി ഇടനാഴി തുറക്കുകയാണെങ്കിൽ തങ്ങൾ രാജിവെക്കും എന്ന പ്രഖ്യാപനം നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം വലിയ സമ്മർദ്ദമാണ് അമേരിക്കയിൽ നിന്നും നെതന്യാഹുവിന് മുകളിലുള്ളത് എന്ന് നമുക്കറിയാം. ഡൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് വെടിനിർത്തണം എന്ന് പറയുന്നു. ബൈഡൻ സർക്കാരും ശക്തമായി നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് സുരക്ഷാകാര്യ മന്ത്രിസഭയാണ്. ഇനി മന്ത്രിസഭയുടെ സമ്പൂർണ്ണമായ സമ്മേളനം യോഗം നാളെ ചേരും. അതിനുശേഷം 24 മണിക്കൂർ ഗ്രേസ് പീരീഡ് കൂടിയുണ്ട്. അതായത് ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ കക്ഷികൾക്കോ ഈ മന്ത്രിസഭയുടെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഹർജി നൽകാനുള്ള ഒരു സമയമാണ് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ആ 24 മണിക്കൂറും ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തലിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഞായറാഴ്ച തുടങ്ങാനുള്ള സാധ്യത കുറവാണ് എന്ന്. പക്ഷേ മറുഭാഗത്ത് ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഹോസ്റ്റേജസിൻ്റെ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിലുള്ള ബന്ദികളെ ഞായറാഴ്ച തന്നെ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുക എന്നുള്ള കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിനു മുമ്പ് നാളത്തെ മന്ത്രിസഭാ യോഗം നേരത്തെയാക്കുമോ? അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ ഞായറാഴ്ച രാവിലത്തോടു കൂടി ലഭിക്കും. പക്ഷേ ശനിയാഴ്ച എന്ന് പറയുന്നത് ജൂതരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഷാബാത്ത് ദിനമാണ്. അന്ന് അവധി ദിവസമാണ്. അവധി ദിനത്തിൽ വളരെ നിർണായകമായ കാര്യങ്ങൾക്കല്ലാതെ യോഗം ചേരരുത് എന്നാണ് അവരുടെ ഒരു മതവിധി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച നാളെ പകൽ സമയത്തൊന്നും മന്ത്രിസഭാ യോഗം ചേരരുത് എന്നുള്ളതാണ്. പക്ഷേ വളരെ അത്യപൂർവമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഷാബാത്ത് ദിനത്തിൽ അവർ യോഗം ചേരാറുള്ളത്. അങ്ങനെ പകൽ സമയത്ത് യോഗം ചേർന്നുകൊണ്ട് മന്ത്രിസഭാ യോഗം ചേരാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. ഏതായിരുന്നാലും ഞായറാഴ്ച അർദ്ധരാത്രിയോട് കൂടിയെങ്കിലും ഈ വെടിനിർത്തലിലേക്ക് എത്താം എന്നുള്ള ഒരു പ്രതീക്ഷ മുമ്പിൽ വെക്കുകയാണ്. ഇനി അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകളിലേക്ക് നെതന്യാഹു പോകുമോ, ഈ തീവ്ര വലതുപക്ഷത്തിനെ വഴങ്ങുമോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. പക്ഷേ 2 തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ ടെല്ലവീവിൽ ആയിരക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും ഈ ബന്ദികളുടെ ബന്ധുക്കൾ, വലിയ ആഹ്ലാദം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് പ്രതിഷേധവും നടത്തുന്നു. എത്രയും പെട്ടെന്ന് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഷേധവും, അപ്പുറത്ത് ഈ ആളുകളെ സ്വീകരിക്കാനിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും അടുത്ത ആദ്യഘട്ടത്തിൽ പുറത്തു വരാനിരിക്കുന്ന 33 ബന്ദികളുടെ പേരും വിവരങ്ങളും ഫോട്ടോകളും അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളെല്ലാം വലിയ ആഹ്ലാദത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ആഹ്ലാദത്തിലാണ്. അവരെ സ്വീകരിക്കാനും അവരെ ഹോസ്പിറ്റലുകളടക്കം തയ്യാറാക്കിക്കൊണ്ട് ടെല്ലവീവിലും അതേപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ആശുപത്രികളും ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷകൾ ഇസ്രായേലിനുള്ളിലുണ്ട്. മറുഭാഗത്ത് പക്ഷേ ഗസയിൽ വലിയ ആഹ്ലാദമായിരുന്നു 24 മണിക്കൂറുള്ളത് എങ്കിൽ അത് വലിയ ആശങ്കയിലേക്കും അതേപോലെ തന്നെ വലിയ സങ്കടങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. കാരണം അവസാന നിമിഷത്തിലും രക്തക്കൊതി പൂണ്ട ഇസ്രായേൽ 100-ലധികം പേരെ ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. 25ഓളം കുഞ്ഞുങ്ങൾ, 30ഓളം സ്ത്രീകൾ അടക്കമുള്ള 100 പേരെയാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനങ്ങളാണ് ദൈറുൽ ബലായിലും ഖാൻ യൂനിസിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ ആ ഇടങ്ങളിൽ, ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ നടന്ന ഇടങ്ങളിൽ നോക്കി ഇസ്രായേൽ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഇപ്പോൾ സങ്കടകരമായ കാഴ്ച വരുന്നു. പക്ഷേ അതൊക്കെയാണെങ്കിലും അടുത്ത ഈ ഞായറാഴ്ച രാത്രിയോട് കൂടി ഒരു വെടിനിർത്തലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും.